സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ട്രാവേഴ്സലിൻ്റെ അൽഗോരിതം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാൻ പോവാണ്. സോ നമ്മൾ ഇവിടെ 3 കോളായിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് കോളം എന്നാണ് നമ്പർ ഓഫ് സ്റ്റെപ്സ് കാണിച്ചിട്ടുണ്ട്. സെക്കൻഡ് കോളത്തിലാണ് നമ്മൾ എങ്ങനെയാണ് ട്രാവേഴ്സ് ചെയ്യുന്നതെന്നും വിസിറ്റഡ് ആയിട്ടുള്ള നോഡ്സിനെ മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ സ്റ്റാക്കിൽ ഇങ്ങനെ ഓരോ വേർട്ടിസസിനെ ഏതൊക്കെ വേർട്ടിസസിനെയാണ് ആഡ് ചെയ്തു പോകുന്നതെന്നൊക്കെ കാണിക്കുന്നുണ്ട്. ദെൻ തേർഡ് കോളം എന്ന് പറയുന്നത് അതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. ഓക്കെ, സോ ഇനീഷ്യലി എന്താണ് നമുക്ക് സ്റ്റാക്ക് എം ടി ആണെന്ന് പറയുന്നത്. സ്റ്റാക്ക് എന്ന് പറഞ്ഞ് സ്റ്റാക്കിൽ ഡാറ്റ സ്ട്രക്ചറിൽ എന്താണ് എം ടി ആണ്, അതിൽ ഡാറ്റാസ് ഒന്നും ഇല്ല. ഓക്കെ, ദെൻ നമുക്ക് ട്രാവേഴ്സ് ചെയ്യാനുള്ള ഗ്രാഫ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് നോഡ് എസ് ആണ്, ദെൻ എ ബി സി ഡി. സോ സ്റ്റാർട്ടിങ് നോഡ് എന്ന് പറയുന്നത് എസ് ആണ്. ഓക്കെ, ദെൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ഈ ഒരു ഫിഗറിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇനീഷ്യലി ആ ഒരു സ്റ്റാക്ക് എന്ന് പറയുന്നത് എന്താണ് എം ടി ആണ്. സോ അതിനെ ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഗ്രാഫിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാക്ക് ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൽ തൊട്ടിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, വിസിറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. സോ നമ്മൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട വേർട്ടിസസ് പറഞ്ഞിട്ടുണ്ട്, നോഡ് പറഞ്ഞിട്ടുണ്ട് എസ് ആണെന്ന് പറഞ്ഞു. സോ എസ്സിനെ നമ്മൾ എന്ത് ചെയ്തു, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്ത് വെച്ചു. ദെൻ ടോപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളിപ്പോൾ കറൻ്റ്ലി പുഷ് ചെയ്ത് ലാസ്റ്റ് പുഷ് ചെയ്ത് എലമെൻ്റ് ഏതാണോ അതിനെ പോയിൻ്റ് ചെയ്യുന്ന പോയിൻ്റർ വേരിയബിൾ ആണ് എന്ത് ടോപ്പ് എന്ന് പറയുന്നത്. സോ എസ്സിനെ ടോപ്പ് എന്ത് ചെയ്യും, പോയിൻറ്റിങ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വായിക്കാം. മാർക്ക് എസ് ആസ് വിസിറ്റഡ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ടു ദ സ്റ്റാക്ക്. Explore any unvisited adjacency nodes from S. We have 3 nodes and we can pick any of them. Example, we shall take the node in an alphabetic order. സോ നമ്മൾ എന്താണ് എസ്സിനെ വിസിറ്റഡ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ എസ്സിനെ നമ്മൾ എന്ത് ചെയ്തു, സ്റ്റാക്കിലേക്ക് പുഷും ചെയ്തിട്ടുണ്ട്. സോ മാർക്ക് വിസിറ്റഡ് ആയിട്ട് മാർക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ഗ്രേ വെച്ചിട്ടാണ് മാർക്ക് ചെയ്ത്, പെൻസിൽ കൊണ്ട് ഗ്രേ ആ ഒരു നോഡ് മൊത്തം എന്താ ഗ്രേ ആക്കിയിട്ട് കാണിക്കാനായിരുന്നു. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് അത് ആക്കി കഴിഞ്ഞാൽ അതിൽ എഴുതിയത് എന്താണെന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ എന്താ ഡബിൾ റൗണ്ടഡ് ആക്കിയിട്ട് ഒരു റെഡ് സർക്കിളും കൂടി കൊടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ സോ നിങ്ങൾ എഴുതുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട്സിൽ എഴുതുമ്പോൾ ആ ഒരു നോഡിനെ ഗ്രേ വെച്ചിട്ട് ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, പെൻസിലിൻ്റെ ഇതിനെ കൊണ്ട് ഗ്രേ വെച്ചിട്ട് ഫില്ല് ചെയ്യുക. ദെൻ നമ്മൾ പറഞ്ഞിട്ട് എസ്സിനെ നമ്മൾ എന്താണ് വിസിറ്റഡ് ആയിട്ട് കാണിച്ചു. ദെൻ എസ്സിനെ നമ്മൾ സ്റ്റാക്കിലേക്ക് പുട്ടും ചെയ്തു. ഓക്കെ, ദെൻ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എസ്സുമായിട്ട് അൺവിസിറ്റഡ് ആയിട്ടുള്ള അഡ്ജസൻസ് നോട്ട്സ് ഏതൊക്കെയാണോ അതിനെ ഫൗണ്ട് ചെയ്യണം. സോ ഇവിടെ എന്താണ് എസ്സുമായിട്ട് അൺവിസിറ്റഡ് ആയിട്ടുള്ള അഡ്ജസൻസ് നോട്ട്സ് എന്ന് പറയുന്നത് എ ബി ആൻഡ് സി 3 നോഡ്സ് ഉണ്ട്. ഓക്കെ, സോ ഇതിൽ നിന്ന് ഇനി ഒരു നോഡിനെയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. സോ 3 നോഡും ഒരേ ഡിസ്റ്റൻസ് ഒക്കെയാണ്. സോ ഇതുമായിട്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള നോഡ്സും ആണ്. സോ നമുക്ക് ഏതിനെ സെലക്ട് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ വരും. സോ ആ ഒരു ടൈമിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ നമ്മൾ ആൽഫബറ്റിക് ഓർഡറിൽ ഏതാണോ ഹയർ ലോവർ ആയിട്ട് വരുന്ന അതിനെ ആദ്യം സെലക്ട് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത്, വി ഷാൾ ടേക്ക് ദ നോഡ് ഇൻ എ ആൽഫബറ്റിക് ഓർഡർ. സോ ആൽഫബറ്റിക് ഓർഡറിലാണെങ്കിൽ നമ്മൾ അടുത്ത അൺവിസിറ്റഡ് ആക്കുന്ന നോഡ് എന്ന് പറയുന്നത് ഏതായിരിക്കും, എ ആയിരിക്കും. ഓക്കെ, സോ സ്റ്റെപ്പ് 3യിലേക്ക് നമ്മൾ പോവാണ്. എനെ വിസിറ്റഡ് ആയിട്ട് മാർക്ക് ചെയ്തു, റെഡ് മാർക്ക് ചെയ്ത് കൊടുത്തു. എനെ വിസിറ്റഡ് ആക്കി കഴിഞ്ഞാൽ എ ആയിട്ട് അഡ്ജസൻസി എനെ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാക്കിലേക്ക് പുട്ട് ചെയ്യണം. ഓക്കെ, ദെൻ എനെ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, എയുമായിട്ട് അഡ്ജസൻസി ഉള്ള ഏതൊക്കെ നോട്ട്സ് ഉണ്ടോ, ഇതുവരെ വിസിറ്റ് ചെയ്യാത്ത ഏതൊക്കെ നോട്ട്സ് ഉണ്ടോ അൺവിസിറ്റഡ് ആയിട്ടുള്ള അതിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇനി സോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ പറയുകയാണ്. സോ എനെ നമ്മൾ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനെ ആയിരിക്കും നെക്സ്റ്റ് ആയിട്ട് ടോപ്പും എന്ത് ചെയ്യുക, പോയിന്റ് ചെയ്യുക. ഓക്കെ, സോ ടോപ്പ് ഇൻക്രിമെൻ്റ് ചെയ്തിട്ട് എ എന്ന് പറഞ്ഞിട്ടുള്ള പുതുതായിട്ട് സ്റ്റാക്കിൽ ഇൻസേർട്ട് ചെയ്ത ഡാറ്റേനെ പോയിന്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ പറയുകയാണ്. മാർക്ക് എ ആസ് വിസിറ്റഡ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ടു ദ സ്റ്റാക്ക്. എക്സ്പ്ലോർ എനി അൺവിസിറ്റഡ് അഡ്ജസൻസ് നോട്ട്സ് ഫ്രം എ. Both S and D are adjacent to A, but we have concern for unvisited nodes only.
സോ എൻ്റെ അൺവിസിറ്റഡ് അഡ്ജസൻസ് നോഡ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എസ് ആൻഡ് ഡി എന്ന് പറഞ്ഞിട്ട് രണ്ട് നോഡ്സ് ഉണ്ട്. ഓക്കെ, എന്ന് കണക്റ്റഡ് ആയിട്ട് പോകുന്ന എസ് ആൻഡ് ഡി എന്ന് പറഞ്ഞ രണ്ട് നോഡ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ഡി എന്ന് പറഞ്ഞ നോഡിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ബിക്കോസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അഡ്ജസൻസി നോഡ്സ് വിത്ത് അൺവിസിറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അൺവിസിറ്റഡ് ആയിട്ടുള്ള ഏതൊക്കെ അഡ്ജസൻസി നോഡ്സ് ഉണ്ടോ അതിനെ മാത്രമേ നമ്മൾ കൺസേൺ ചെയ്യണ്ടൂ. സോ എ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള അഡ്ജസൻസി നോഡ്സ് എന്ന് പറയുന്നത് എസ് ആൻഡ് ഡി ഉണ്ട്. അതിൽ അൺവിസിറ്റഡ് ആയിട്ടുള്ള ഏതാണൊക്കെയാണെന്ന് നോക്കുക. സോ എസ് എന്ന് പറഞ്ഞാൽ വിസിറ്റഡ് ആണ്, ഓൾറെഡി വിസിറ്റഡ് ആണ്. സോ അതിനെ കൺസേൺ ചെയ്യേണ്ട. ഇനി കൺസേൺ ചെയ്യേണ്ടത് ഏതാണ്? ഡീനെ മാത്രമാണ്. ഓക്കെ, സോ ഡീനെ മാത്രം നമ്മൾ ഇനി നെക്സ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഡീനെയാണ് വിസിറ്റ് ചെയ്യാൻ പോവേണ്ടത്. ദെൻ സ്റ്റെപ്പ് 4 നോക്കുക. നമ്മൾ എസിനെ വിസിറ്റ് ചെയ്തു, ദെൻ എനെ വിസിറ്റ് ചെയ്തു, ദെൻ അടുത്ത ഏതിനെ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്? ഡീനെയാണ് വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഡീനെ നമ്മൾ എന്ത് ചെയ്തു? സ്റ്റാക്കിലേക്ക് പുട്ട് ചെയ്തു. സ്റ്റാക്കിൽ ഡീനെ പുട്ട് ചെയ്തതിന് ടോപ്പിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ടോപ്പ് ഇനി പോയിൻ്റ് ഏതിനായിരിക്കും? ഡി എന്ന് പറഞ്ഞ എലമെൻറ്റിനെ ആയിരിക്കും. സ്റ്റാക്കിൽ ഡി എന്ന് പറഞ്ഞ എലമെൻറ്റിനെ ആയിരിക്കും ഇനി അത് പോയിൻ്റ് ചെയ്യുക. സോ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വായിക്കാണ്. വിസിറ്റ് ഡി ആൻഡ് മാർക്ക് ഇറ്റ് ആസ് വിസിറ്റഡ് ആൻഡ് പുട്ട് ഓൺ ടു ദ സ്റ്റാക്ക്. Here we have B and C nodes which are adjacent to D and both are unvisited. However, we shall again choose in a alphabetic order. സോ നമ്മൾ ഡീനെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താ വിസിറ്റഡ് ആയിട്ട് മാർക്ക് ചെയ്തു, റെഡ് മാർക്ക് വെച്ച് കാണിച്ചു. ദെൻ ഡീനെ നമ്മൾ എന്ത് ചെയ്തു? സ്റ്റാക്കിലേക്ക് പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ആണ്. ടോപ്പ് ഇനി പോയിൻ്റ് ചെയ്തതിനാണ് ഡി എന്ന് പറഞ്ഞ എലമെൻറ്റിനെയാണ് പോയിൻ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഡി ആയിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഡി ആയിട്ട് അഡ്ജസൻസ് ആയിട്ടുള്ള ഏതൊക്കെ നോട്ട്സ് ഉണ്ടോ അതിനെ ഫൗണ്ട് ചെയ്യണം. സോ എ, ബി ആൻഡ് സി എന്ന് പറഞ്ഞിട്ട് 3 നോട്ട്സ് ഉണ്ട്, അഡ്ജസൻ്റ് ആയിട്ടുള്ള നോട്ട്സ്. പക്ഷേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഏത് മാത്രമാണ്? അൺവിസിറ്റഡ് ആയിട്ടുള്ള നോട്ട്സ് മാത്രമാണ്. സോ എ ഓൾറെഡി വിസിറ്റഡ് ആണ്. സോ അതിനെ കൺസിഡർ ചെയ്യേണ്ട, ജസ്റ്റ് ബി ആൻഡ് സീനെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ദെൻ ബി ആൻഡ് സി എന്ന് പറഞ്ഞിട്ടുള്ള നോട്ട്സിനെ കൺസിഡർ ചെയ്യുക. ദെൻ കൺസിഡർ ചെയ്യുമ്പോൾ അതിനെന്താണ്? 2 നോട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഏതിനെയാണോ ഇനി അടുത്ത് വിസിറ്റ് ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവും. സോ അതിന് ചൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് യൂസ് ചെയ്യുന്നു? ആൽഫബറ്റിക് ഓർഡർ വെച്ചിട്ട് ചൂസ് ചെയ്യുന്നു. സോ അടുത്ത നമ്മളായിട്ട് കൺസിഡർ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യാൻ പോകുന്ന നോഡ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ബി എന്ന് പറഞ്ഞ നോഡിനെ ആയിരിക്കും. ദെൻ 5th സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? ബി എന്ന് പറഞ്ഞ നോഡിനെ വിസിറ്റഡ് ആയിട്ട് കാണിക്കുന്നു. ദെൻ ബി എന്ന് പറഞ്ഞ നോഡ് എന്ത് ചെയ്യും? നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നു. സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ടോപ്പ് മോസ്റ്റ് ഏതാണ് എലമെൻറ്റ്? ഇപ്പം ടോപ്പ് മോസ്റ്റ് ഉള്ള എലമെൻറ്റ് ഏതാണ്? ബി എന്ന് പറഞ്ഞ എലമെൻറ്റാണ്. സോ ബീനെ പോയിൻ്റ് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ പറയാണ്, വി ചൂസ് ബി ആൻഡ് മാർക്ക് ഇറ്റ് ആസ് വിസിറ്റഡ് ആൻഡ് പുട്ട് ഓൺ ടു ദ സ്റ്റാക്ക്. Here B does not have any unvisited adjacent node, so we pop B from the stack. സോ നമ്മൾ എന്ത് ചെയ്തു? ബീനെ വിസിറ്റഡ് ആക്കി കാണിച്ചു. എന്നിട്ട് എന്ത് ചെയ്യും? ബീനെ നമ്മൾ സ്റ്റാക്കിലേക്ക് പുട്ട് ചെയ്തു. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബി ആയിട്ട് അഡ്ജസൻസി ഉള്ള അൺവിസിറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും നോട്ട്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നോട്ട്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ അഡ്ജസൻസ് ആയിട്ടുള്ള നോട്ട്സ് എന്ന് പറഞ്ഞാൽ എസ് ആൻഡ് ഡി ആണ്. എസ് ആൻഡ് ഡി ഓൾറെഡി എന്താണ്? വിസിറ്റഡ് ആണ്. അൺവിസിറ്റഡ് ആയിട്ടുള്ള ഒന്നുമില്ല. സോ അൺവിസിറ്റഡ് ആണ്. സോ എന്ത് ചെയ്യണം? അങ്ങനെ വിസിറ്റഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ടോപ്പ് മോസ്റ്റ് ഉള്ള ഇപ്പം കറൻ്റ്ലി ആഡ് ചെയ്ത നോഡിനെ എന്ത് ചെയ്യും? സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്ത് എടുക്കണം. സോ നമ്മൾ എന്ത് ചെയ്തു? ബി എന്ന് പറഞ്ഞ നോഡിനെ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്ത് എടുക്കും. ഓക്കെ, സോ പോപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ 6th എന്ന് പറഞ്ഞ സ്റ്റെപ്പിൽ നോക്കിയാൽ സ്റ്റാക്കിൽ എന്താണ്? ബി എന്ന് പറഞ്ഞ നോഡ് ഉണ്ടാവില്ല. ബി എന്ന് പറഞ്ഞ നോഡ് ലാസ്റ്റ് എലമെൻറ്റിനെ നമ്മൾ സ്റ്റാക്കിൽ നിന്ന് എലമെൻറ്റിൽ നിന്ന് എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു. സോ ടോപ്പ് എന്നുള്ളത് എന്താണ്? ഡിക്രിമെൻ്റ് ചെയ്തു. ഡിക്രിമെൻറ്റ് മീൻസ് മൈനസ് ചെയ്തു. ഓക്കെ, ടോപ്പിൻ്റെ വാല്യൂ ഒന്ന് മൈനസ് ചെയ്തു. എന്നിട്ട് എന്താ? ടോപ്പ് നെക്സ്റ്റ് ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഏതാണോ എലമെൻറ്റ് അതിനെ പോയിൻ്റ് ചെയ്ത് കാണിച്ചു. ഡി എന്ന് പറഞ്ഞ എലമെൻറ്റിനെ പോയിൻ്റ് ചെയ്ത് കാണിച്ചു. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ പറയാണ്, we check the stack top for return to the previous node and check if it has any unvisited node. Here we find D to be
ഓൺ ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. സോ നമ്മൾ ബീനെ നമ്മൾ റിമൂവ് ചെയ്തു, അൺവിസിറ്റഡ് ആയിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട്, അതിൻ്റെ അഡ്ജസൻസി നോട്ട്സ് ഒന്നും അൺവിസിറ്റഡ് ആയിട്ട് ഇല്ലാത്തതുകൊണ്ട് ബീനെ നമ്മൾ റിമൂവ് ചെയ്തു. ദെൻ നെക്സ്റ്റ് ടോപ്പായിട്ട് വരുന്ന ഏതാണോ എലമെൻറ്റ് അതിൻ്റെയും ചെക്ക് ചെയ്യും, അതിനും അൺവിസിറ്റഡ് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഇയർ ഡി ആണ് നമ്മൾ ടോപ്പ് മോസ്റ്റ് എലമെൻറ്റ്. സോ ഡി ആയിട്ട് അഡ്ജസൻസി ഉള്ള അൺവിസിറ്റഡ് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, ഇവിടെ ഉണ്ട്, സി എന്ന് പറഞ്ഞ നോഡ് അൺവിസിറ്റഡ് ആയിട്ടുണ്ട്, ഡി ആയിട്ട് അഡ്ജസൻസി ഉള്ള. സോ നമ്മൾ ഇനി അടുത്ത കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്, ടോപ്പ് മോസ്റ്റ് ഇപ്പോൾ ഉള്ള സ്റ്റാക്കിൽ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള നോഡിൻ്റെ അൺവിസിറ്റഡ് ആയിട്ടുള്ള നോഡിനാണ് നെക്സ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. സോ നമ്മൾ എന്താണ് പ്രീവിയസ് ആയിട്ടുള്ള നോട്ട്സിനെ ട്രാക്ക് ചെയ്തിട്ടാണ് അടുത്ത അൺവിസിറ്റഡ് നോട്ട്സിനെ എടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ 7th സ്റ്റെപ്പിൽ നമ്മൾ എന്താ സീന വിസിറ്റഡ് ആക്കി, ദെൻ സീന നമ്മൾ എന്ത് ചെയ്തു സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു കൊടുത്തു. ഓക്കെ, ദെൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ പറയാണ്, ഓൺലി അൺവിസിറ്റഡ് അഡ്ജസൻസി നോഡ് ഈസ് ഫ്രം ഡി ഈസ് സി നൗ, സോ വി വിസിറ്റ് സി ആൻഡ് മാർക്ക് ഇറ്റ് ആസ് വിസിറ്റഡ് ആൻഡ് പുട്ട് ഇറ്റ് ഓൺ ടു ദ സ്റ്റാക്ക്. സോ നമ്മൾ സീനെ എന്ത് ചെയ്തു, അടുത്ത ഇനിയുള്ള ആകെയുള്ള ഡീനുമായിട്ട് അഡ്ജസൻസി ഉള്ള അൺവിസിറ്റഡ് നോഡ് എന്ന് പറഞ്ഞാൽ സി മാത്രമാണ്. സോ സീനെ നമ്മൾ സ്റ്റാക്ക് വിസിറ്റഡ് ആയിട്ട് കാണിച്ചു, ദെൻ സ്റ്റാക്കിലേക്ക് അതിനെ പുട്ട് ചെയ്തു. ഓക്കെ, ഇത്രയും കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, എല്ലാ നോട്ട്സിനും ഗ്രാഫിലെ എല്ലാ നോട്ട്സിനും നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ as C does not have any unvisited adjacency nodes, so we keep popping the stack until we find the node that has any unvisited adjacency node. സോ നമ്മൾ സി എടുത്തു കഴിഞ്ഞാൽ സി ആയിട്ട് അഡ്ജസൻസി ഉള്ള അൺവിസിറ്റഡ് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. സി ആയിട്ട് അൺവിസിറ്റഡ് ആയിട്ടുള്ള അഡ്ജസൻസി മെട്രിക് നോട്ട്സ് ഒന്നുമില്ല. സോ അതിനെ നമ്മൾ പോപ്പ് ചെയ്തെടുക്കുന്നു. ദെൻ ഡി ആയിട്ട് കമ്പയർ ചെയ്യുന്നു, ഡി ആയിട്ട് അഡ്ജസൻസി ഉള്ള ഏതെങ്കിലും അൺവിസിറ്റഡ് ആയിട്ട് നോട്ട്സ് ഉള്ള ഏതെങ്കിലും നോട്ട്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഡി ആയിട്ടും ഇല്ല, സോ അതിനെയും പോപ്പ് ചെയ്യുന്നു. ദെൻ എനെ ചെക്ക് ചെയ്യുന്നു, എ ആയിട്ട് അഡ്ജസൻസി ഉള്ള അൺവിസിറ്റഡ് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു, അതുമില്ല. സോ എനെ നമ്മൾ പോപ്പ് ചെയ്ത് കളയുന്നു. ദെൻ എസിനെ ആയിട്ട് കമ്പയർ ചെയ്യുന്നു, എസ് ആയിട്ട് അഡ്ജസൻസി ഉള്ള ഏതെങ്കിലും അൺവിസിറ്റഡ് നോട്ട്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു, അതുമില്ല. സോ അതിനെയും പോപ്പ് ചെയ്ത് കളയും. സോ നമ്മളിങ്ങനെ ഓരോന്ന് നോക്കുക, ചെക്ക് ചെയ്ത് എപ്പോഴാണോ സ്റ്റാക്ക് എംപ്റ്റി ആവുന്നത്, സോ നമ്മൾ എന്ത് ചെയ്യും, ട്രാവേഴ്സൽ സ്റ്റോപ്പ് ചെയ്യും. In this case there is none and we keep popping until the stack is empty. നമുക്ക് ഇങ്ങനെ ഈ ഒരു കേസിൽ എന്താണ്, ഇനി സ്റ്റാക്കിലുള്ള 7th സ്റ്റെപ്പിൽ സ്റ്റാക്കിലുള്ള എല്ലാ എലമെൻസിനും എന്താണ് അൺവിസിറ്റഡ് ആയിട്ടുള്ള അഡ്ജസൻസി നോട്ട്സ് ഒന്നും ഇല്ല. സോ എന്ത് ചെയ്തു, ഓരോന്നിനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, പോപ്പ് ചെയ്തിട്ട് പോക്കി. സോ പോപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്താണ്, സ്റ്റാക്ക് എംപ്റ്റി ആവുന്ന വരെയാണ് നമ്മൾ പോപ്പിംഗ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. എപ്പോഴാണ് സ്റ്റാക്ക് എംപ്റ്റി ആവുന്നത്, സോ എന്താണ് ട്രാവേഴ്സൽ കംപ്ലീറ്റ് ആയി എന്ന് പറയാം. സോ ഇവിടെ നമ്മൾ ട്രാവേഴ്സ് ചെയ്ത ഓർഡർ എന്ന് പറയുന്നത് എന്താണ്, എസ് എ ഡി ബി ആൻഡ് സി എന്ന് പറഞ്ഞിട്ടുള്ള ഓർഡറിലാണ് എന്ത് ഈ ഒരു ഗ്രാഫിനെ നമ്മൾ ട്രാവേഴ്സൽ ചെയ്തിട്ടുള്ളത്. സോ ഇതെന്താണ് ഡെപ്ത് വൈസാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിലേക്ക് പോയത്. നമ്മളെന്താണ് എസ് എന്ന് എയിലേക്ക് പോയി, എന്ന് ഡിയിലേക്ക് പോയി. സോ അതെന്താണ് ഡെപ്ത് വൈസാണ് നമ്മൾ എന്ത് മൂവ് ചെയ്തിട്ട് പിന്നെ ഓരോന്ന് അഡ്ജസൻസി വെച്ചിട്ട് കയറി പോയി ചെയ്തത്. സോ ഇത് അതുകൊണ്ടാണ് ഇതിനെന്ത് ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ബെർത്ത് ഫസ്റ്റ് സെർച്ച് ട്രാവേഴ്സലിൽ എന്താണ് ചെയ്തത്, ഓരോ ലെവൽ ബൈ ലെവൽ ലെഫ്റ്റ് ടു എന്താണ് അതുമായിട്ട് എന്താണ് ലെവൽ ബൈ സെക്ഷനിൽ എത്രയും അഡ്ജസൻ്റ് ആയിട്ട് ഏതാണോ ഉള്ളത് അതിനെ ആദ്യം കൺസിഡർ ചെയ്യുക. ദെൻ അടുത്ത ലെവലിലേക്ക് അങ്ങനെയായിട്ടായിരുന്നു നമ്മൾ ട്രാവേഴ്സൽ ചെയ്തിരുന്നത്. ഓക്കെ.